ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ് ഇപ്പം ഒരുപാട് എല്ലാ രോഗങ്ങളും തന്നെ ആ രീതിയിലാണ് അതെ കാണപ്പെടുന്നത്. അതെ അപ്പം വേറെ ട്രീറ്റ്മെൻറ്റിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ ഒന്നും നമ്മൾ പരിഗണിക്കാതെ തന്നെ നമ്മൾ മരുന്നുകൾ നൽകുകയാണ് ചെയ്യുന്നത്. അതെ അതെ അപ്പം അക്യുപഞ്ചറിൽ എങ്ങനെയാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ ക്യൂർ ചെയ്യാനും ആ ഈ എങ്ങനെയാണ് ചോദ്യം സാർ? വളരെ നല്ല പ്രസക്തമായ ചോദ്യമാണത്. എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണെന്ന് പറയുകയും ചെയ്യുന്നു, എന്നാൽ ഇവർക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കാര്യമായിട്ടൊന്നും പറയുന്നുമില്ല. എന്നിട്ടോ ഇവർക്ക് മരണം വരെ മരുന്ന് കൊടുക്കാൻ ഉപദേശിക്കുകയാണ് ചെയ്തത്. തീർച്ചയായും ഇത് തെറ്റായ ചികിത്സാ സമീപനം എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. നമ്മളെ ചികിത്സയിൽ ഓരോ മനുഷ്യനും വിശക്കുമ്പോൾ ആഹാരം കഴിക്കണം, ദാഹമുള്ളപ്പോൾ വെള്ളം കുടിക്കണം, ക്ഷീണം ഉണ്ടാകുന്ന സമയത്ത് വിശ്രമിക്കണം, രാത്രി നേരത്തെ ഉറങ്ങണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് സ്റ്റൈൽ ഡിസോർഡറായിട്ട് ഈ കാലഘട്ടത്തിലുള്ളത്. കാരണം നമുക്കറിയാം, ഇന്നെല്ലാവരും വെറുതെ അങ്ങനെ ഭക്ഷണം കഴിച്ച് പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സമയാസമയം ഭക്ഷണം കഴിച്ച് പോവുകയാണ് ചെയ്തത്. ഇതല്ല വേണ്ടത്. ഒരു മനുഷ്യൻ്റെ ആഹാരം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അത് എപ്പോഴാണ് അയാൾ കഴിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് വിശപ്പ് അനുഭവിക്കുമ്പോഴാണ് കഴിക്കേണ്ടത്. ഇതാണ് പഴയ കാലത്ത് ആൾക്കാർ ഫോളോ ചെയ്തു വന്ന് തത്വം എന്നുള്ളത്. ഇത് എല്ലാ മതങ്ങളും നിർദ്ദേശിക്കുന്നതായി വ്യക്തമായി കാണാനും സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക, ദാഹമുള്ളപ്പോൾ മാത്രം വെള്ളം കുടിക്കുക. ദാഹമില്ലാതെ വെറുതെ വെള്ളം കുടിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസം ഒരാൾ ഇത്ര വെള്ളം കുടിക്കണം അങ്ങനെ ഒരു കണക്കുമില്ല. അപ്പോൾ ഇതിനെയൊക്കെ ക്രമീകരിച്ചുകൊണ്ട് രാത്രി ആഹാരം കഴിവിൻ്റെ പരമാവധി സന്ധ്യയ്ക്ക് മുമ്പ് കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വല്ലാതെ നേരം വൈകാതെ കഴിച്ചുകൊണ്ട് രാത്രി നേരത്തെ കിടന്നുറങ്ങുകയും, എന്തെങ്കിലും ജോലിഭാരം ഉണ്ടാക്കുന്ന ക്ഷീണങ്ങളോ മറ്റ് പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ നിർബന്ധമായി വിശ്രമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഒരു ചിട്ടയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചിട്ട ഒരാൾ പാലിക്കുമ്പോൾ അയാൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ ചിട്ട തെറ്റുമ്പോഴാണ് ജീവിതശൈലി രോഗം എന്ന് പറയുന്ന രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഈ ചിട്ടയ്ക്ക് വലിയ പ്രാധാന്യം നൽകാതെ രോഗി അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് മരുന്ന് നൽകിക്കൊണ്ട് ചികിത്സിക്കുന്നു എന്നുള്ളത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ അക്യുപങ്ക്ചറിന് കൃത്യമായ ഒരു നിലപാടുണ്ട്. ഒരു രോഗി ഈ ചിട്ട പാലിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ചിട്ട പാലിക്കാത്ത ആളുകളോട് ഈ ചിട്ട പാലിച്ചാൽ ചികിത്സ വേഗം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഉപദേശിക്കുന്നു. ഈ ചിട്ട തെറ്റുന്ന സാഹചര്യം വരുമ്പോൾ വീണ്ടും ഈ ചിട്ടയിലേക്ക് മടങ്ങി വരാൻ വേണ്ടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അല്ലാതെ ഈ ചിട്ട തെറ്റിക്കുമ്പോൾ ഒരാൾ നേരം വൈകി 12 മണിക്കും 1 മണിക്കൊക്കെ ഉറങ്ങുന്ന ശീലമാണ് അയാൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അതുകൊണ്ട് തന്നെ ധാരാളം രോഗം ഉണ്ടാകും. അപ്പോൾ അത്തരം ആളുകൾക്ക് ആ രോഗത്തിന് ചികിത്സ നൽകുമ്പോൾ നേരത്തെ ഉറങ്ങണമെന്നൊരു ഉപദേശം നൽകുന്നില്ലെങ്കിൽ തീർച്ചയായും ആ സംഗതി തന്നെ അയാൾക്ക് രോഗം മാറാതിരിക്കാനുള്ള കാരണമായി സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശപ്പൊന്നുമില്ലാതെ വെറുതെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ ഏതെങ്കിലും ആഹാര രുചി ആസ്വദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നേരം പോക്കിന് വേണ്ടി, അല്ലെങ്കിൽ സൗഹൃദം പങ്കിടാൻ വേണ്ടിയൊക്കെ തന്നെ വെറുതെ ആഹാരം കഴിക്കുന്ന ശീലമുണ്ട്. ഈ ശീലമൊക്കെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. അപ്പോൾ അത്തരം ശീലങ്ങൾ നിർബന്ധമായി ഒഴിവാക്കണമെന്ന നിർദ്ദേശം കുറച്ചുകൂടെ കണിശമായി തന്നെ അക്യുപഞ്ചർ ചികിത്സയിൽ പറയാറുണ്ട്. ഏതായാലും അത് പലപ്പോഴും ഓവർ കണിശമാകുന്നുണ്ടോ എന്ന് സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരു രോഗം ജീവിതശൈലി രോഗമായി അറിയപ്പെടുമ്പോൾ ആ രോഗത്തെ നിർബന്ധമായും ജീവിതശൈലി മോഡിഫിക്കേഷൻ ആവശ്യമുണ്ട്. അത് ഉപ്പ് ഒഴിവാക്കലോ, അത് മാംസം ഒഴിവാക്കലോ, അത് മധുരം ഒഴിവാക്കലോ, അല്ലെങ്കിൽ പഞ്ചസാര ഒഴിവാക്കലോ, അല്ലെങ്കിൽ മൈദപ്പൊടി ഒഴിവാക്കലോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പദാർത്ഥം ഒഴിവാക്കിയതുകൊണ്ട് കാര്യമില്ല. മറിച്ച് ജീവിതശൈലിയിലെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ പ്രോബ്ലം വിശക്കാതെ ആഹാരം കഴിക്കുന്നു, ദാഹമില്ലാതെ വെള്ളം കുടിക്കുന്നു, രാത്രി നേരം വൈകി ഉറങ്ങുന്നു എന്നുള്ള കാര്യമായതുകൊണ്ട് അതിനെയാണ് കൃത്യമായി പരിഹരിക്കേണ്ടത്. അതിന് പരിഹാരം കാണാൻ ആവശ്യമായ നിർദ്ദേശം കുറച്ചുകൂടെ കണിശമായി തന്നെ നൽകണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇത് അക്യുപഞ്ചർ ചികിത്സകർ മാത്രമല്ല, മറ്റെല്ലാ ചികിത്സകരും ഈ ഒരു ചിട്ട ജനങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ വലിയ പ്രയോജനം ചെയ്യുന്ന അഭിപ്രായം എനിക്കുണ്ട്. നമ്മളിപ്പം ഒരുപാട് മരുന്ന് കഴിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പം അയാൾക്ക് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലോട്ട് ഒരു താല്പര്യമാണ്, ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എങ്ങനെയാണ്? അതായത് ഈ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണോ, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് മരുന്നുകൾ ഒരു സൈഡ് കഴിച്ചുകൊണ്ടും അല്ലെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടും എടുക്കുന്നതാണോ, സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതിന് പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ വരത്തില്ലേ? വരുമെന്ന് അവർ ഭയക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അക്യുപഞ്ചർ ചികിത്സ മരുന്നില്ലാ ചികിത്സയാണ്. അതുകൊണ്ട് മരുന്ന് ഒഴിവാക്കിയാണ് ചികിത്സ നൽകപ്പെടുന്നത്. സ്വാഭാവികമായും മരുന്ന് കഴിക്കുന്ന ഏതെങ്കിലും ആൾക്ക് മരുന്ന് കഴിക്കുന്നതിലൂടെ രോഗം സുഖപ്പെടുന്നില്ല, താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമേ ലഭിക്കുന്നുള്ളൂ. അങ്ങനെ വെറും ഒരു താൽക്കാലികമായ ആശ്വാസത്തിന് നാളുകളോളം മരുന്ന് കഴിച്ച് അയാൾക്ക് കുഴപ്പങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്.
ഈ സാഹചര്യത്തിൽ മരുന്ന് ഒഴിവാക്കുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ മരുന്ന് ഒഴിവാക്കുമ്പോൾ വളരെ അപൂർവമായി ചിലർക്ക് ചില കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുഴപ്പമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കറിയാം, മദ്യപിക്കുന്ന ഒരാൾ മദ്യപാനം പെട്ടെന്ന് നമ്മൾ ഒഴിവാക്കുമ്പോൾ ചെറിയ കോംപ്ലിക്കേഷൻസ് നമ്മൾ പറയപ്പെടും. ഈ വിഡ്രോവൽ സിംറ്റം എന്ന് പറയുന്ന സംഗതിയെ അഭിമുഖീകരിച്ചുകൊണ്ട് ആ ഒരു ശീലം ഒഴിവാക്കലാണ് ഏറ്റവും ഗുണകരമായിരിക്കുന്നത്. എന്ന് വെച്ചാൽ മരുന്ന് ഒഴിവാക്കുമ്പോൾ താൽക്കാലികമായി ചില പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്ന് അയാൾ മരുന്ന് ഒഴിവാക്കാതിരിക്കുമ്പോൾ അയാൾക്ക് രോഗം പൂർണ്ണമായി സുഖപ്പെടുക എന്ന് പറയുന്ന സംഗതി സംഭവിക്കുന്നില്ല. ഇപ്പം രോഗം പൂർണ്ണമായി തീരണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമില്ല എന്ന് വെച്ചാൽ മരുന്ന് ഒഴിവാക്കിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന ഭയം അതാണ് അയാളെ പിടികൂടുന്നതെങ്കിൽ അയാൾ തിരിച്ചറിയേണ്ടത് മരുന്ന് ഒഴിവാക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് അയാൾ രോഗം പൂർണ്ണമായി മാറാൻ അയാൾ തന്നെ സമ്മതിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരും. അപ്പോൾ ഏതായാലും രോഗം പൂർണ്ണമായി സുഖപ്പെടണം എന്നൊരു ആഗ്രഹിക്കുന്ന ഒരാൾ മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കണം. അങ്ങനെ മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കുന്നു എന്നുള്ളതാണ് അക്യുപങ്ക്ചറിൻ്റെ വലിയ പ്രത്യേകത നമ്മൾ കാണേണ്ടത്. കാരണം അക്യുപങ്ക്ചർ ഒരു മരുന്നില്ലാത്ത ചികിത്സയാണ്. മരുന്ന് ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചികിത്സ ഉപയോഗപ്പെടുത്താം. ഇനി മരുന്ന് ഒഴിവാക്കേണ്ട എന്ന അഭിപ്രായമുള്ളതെങ്കിൽ അവർക്ക് അക്യുപങ്ക്ചറിനെ ഒഴിവാക്കാം. അക്യുപങ്ക്ചർ ചികിത്സയ്ക്ക് വരേണ്ടതില്ല. കാരണം അക്യുപങ്ക്ചർ ഒരു മരുന്നില്ലാത്ത ചികിത്സയാണ്. താങ്ക് യു സാർ. അതായത് ഈ പഠനത്തിലോട്ട് ഒരാൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പം താല്പര്യപ്പെടുന്ന ആൾക്ക് ഇത് എങ്ങനെയാണ്, ഈ പഠനം കാലയളവ് എങ്ങനെയാണ്, പിന്നെ ഇതിൻ്റെ അംഗീകൃതം എങ്ങനെയാണ്, പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഞാനൊരു കോഴ്സ് പഠിക്കുന്നു എന്നാൽ ഇതിനെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഇത് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് ഒക്കെ അംഗീകരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണോ? തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് എന്നുള്ളത് ആദ്യമൊക്കെ നമ്മൾ ഒരു വർഷം ഡിപ്ലോമ ക്ലാസ് നൽകിയിരുന്നെങ്കിൽ ഇപ്പം പുതുതായിട്ട് ഈ വർഷം മുതൽ 2 ഇയർ ഡിപ്ലോമയാണ് നൽകുന്നത്. അതുമാത്രമല്ല, ഇതിനു മുമ്പ് പഠിച്ചു കഴിഞ്ഞ ആളുകൾക്കും സെക്കൻഡ് ഇയർ കോഴ്സ് പഠിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അക്യുപങ്ക്ചറിസ്റ്റ് ആവാൻ മിനിമം 2 വർഷം പഠിക്കണം എന്നുള്ള ഒരു നിയമമാണ് പുതുതായിട്ട് അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആക്ട് പ്രകാരം വന്നിട്ടുള്ളത്. അപ്പോൾ 2 വർഷമാണ് മിനിമം ആവശ്യമുള്ളത്. ഇനി 3 വർഷത്തെ കോഴ്സും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ 2 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയ ആൾക്ക് 3ാമത്തെ വർഷം കോഴ്സ് പഠിക്കാൻ അവസരമുണ്ട്. ഏതായാലും നമ്മൾ ഈ ചികിത്സ 2003 ഇന്ത്യൻ ഗവൺമെൻറ് ഒരു മോഡ് ഓഫ് തെറാപ്പിയായിട്ട് അംഗീകരിച്ചത്. അതിനുശേഷം കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും കർണാടകയിലും ഇന്ത്യൻ്റെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഈ ചികിത്സയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടായി. വെസ്റ്റ് ബംഗാളിലും മഹാരാഷ്ട്രയിലുമൊക്കെ തന്നെ സ്റ്റേറ്റ് കൗൺസിൽ നിലവിൽ വരികയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ചികിത്സയാണ്. ഈ ചികിത്സക്ക് 2 സംസ്ഥാനങ്ങളിൽ ഇത്രയും വലിയ സ്വീകാര്യതയും അംഗീകാരം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ കേരളത്തിൽ വൈകാതെ ഒട്ടേറെ നിയമപ്രശ്നങ്ങളും നിയമപോരാട്ടങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ കേസുകൾ നമ്മുടെ ഹൈക്കോടതിയിലും തമിഴ്നാട് ഹൈക്കോടതിയിലുമൊക്കെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. എല്ലാ കോടതി വിധികളും നമ്മൾക്ക് അനുകൂലമായിരുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു 10,000-ഓളം അക്യുപങ്ക്ചർ ചികിത്സ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകും. ഏതാണ്ട് 10-20 ലക്ഷത്തോളം ആളുകൾ ഈ ചികിത്സയുടെ ഗുണഭോക്താക്കളായി ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഏതായാലും നമ്മുടെ അക്കാഡമിയിൽ ഇനി വരുന്ന 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളാണ്. ഈ 2 ഇയർ ഡിപ്ലോമ കോഴ്സുകൾ പഠിച്ച ആൾക്ക് വീണ്ടും 1 ഇയർ കൂടെ പഠിച്ച് 3 ഇയർ ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു സംഗതിയാണ് ഇനി വരുന്ന ബാച്ചിലൊക്കെ ഉള്ളത്. ഏതായാലും നാളിതുവരെ നമ്മുടെ അടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾ കേരളത്തിൽ എല്ലാ ഭാഗത്തും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അനുമതിയുണ്ട്, ഹൈക്കോടതി ഉത്തരവൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഒരു കൗൺസിൽ നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ കേരളത്തിൽ വൈകാതെ കൗൺസിൽ വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. ഞാൻ മാത്രമല്ല, നമ്മുടെ അക്കാഡമി, അതുപോലെ നമ്മുടെ അസോസിയേഷൻ, ഇതുകൂടാതെ വേറെയും ഒട്ടേറെ അക്കാഡമികൾ കേരളത്തിൽ അക്യുപങ്ക്ചർ പഠിപ്പിക്കുന്നുണ്ട്. അക്യുപങ്ക്ചർ പഠിക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ട്. എല്ലാ ജില്ലയിലുമുണ്ട്, എല്ലാ ജില്ലയിലും പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ ഈ കോഴ്സ് പഠിച്ച എല്ലാവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ അടിസ്ഥാനപരമായി ഒരു വ്യക്തിക്ക് സാമ്പത്തികമായ വലിയ നേട്ടമുണ്ടാകും. കാരണം നമ്മുടെ ചികിത്സാ മേഖലയിൽ വലിയ സാമ്പത്തിക ചെലവ് അഭിമുഖീകരിക്കുന്നു. അപ്പം ഈ ഒരു കോഴ്സ് പഠിക്കുന്നതോടുകൂടി ഓരോ വ്യക്തിക്കും അയാൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇനി മറ്റൊരു വൈദ്യശാസ്ത്രമോ മറ്റൊരു മരുന്നോ മറ്റൊരു ചികിത്സക്കോ പോകാതെ തന്നെ അയാൾക്കും അയാളുടെ കുടുംബത്തിനും സമാധാനം ജീവിക്കാൻ കഴിയും. ഇത് വലിയൊരു സാമ്പത്തിക ലാഭം മാത്രമല്ല, സമയലാഭം കൂടിയാണ്. നമുക്കറിയാലോ, ഇന്ന് ഒരാൾ ചികിത്സയ്ക്ക് വേണ്ടി എത്ര സമയം ചിലവഴിക്കുന്നു, അപ്പോയിൻമെൻ്റ് എടുത്ത് കാത്തിരിക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ സമയം നമുക്ക് പാഴായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ആധുനിക സമയത്ത്, ഈ കാലഘട്ടത്തിൽ ആളുകൾ സമയം തീരെയില്ല. അപ്പോൾ സമയം സേവ് ചെയ്യാൻ പലതും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ അയാൾക്കോ അയാളുടെ കുടുംബത്തിനോ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ചികിത്സിക്കാൻ വേണ്ടി മറ്റെവിടെയും പോയി കാത്തു നിൽക്കൽ ആവശ്യമില്ലാതെ അയാൾക്ക് അത് വലിയ സമയലാഭം മാത്രമാണ്. സമയലാഭം മാത്രമല്ല, മറിച്ച് സാമ്പത്തിക നേട്ടമുണ്ട്, ആരോഗ്യ നേട്ടമുണ്ട്. കാരണം ഈ ചികിത്സയ്ക്ക് പാർശ്വഫലങ്ങളില്ല.
അതുകൊണ്ട് പാർശ്വഫലങ്ങളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചികിത്സ ഉപയോഗപ്പെടുന്ന ഓരോ ആളുകൾക്കും മറ്റ് ചികിത്സയേക്കാൾ കൂടുതൽ നല്ല ഊർജ്ജവും നല്ല ആരോഗ്യവുമുള്ള ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠനം കൊണ്ട് ഒട്ടേറെ ഗുണങ്ങളുണ്ട്. അതുമാത്രമല്ല, ഈ കോഴ്സ് പഠിക്കുന്ന ഓരോ ആളുകൾക്കും അവർക്ക് കേരളത്തിൻ്റെ അകത്ത് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഇപ്പോഴുണ്ട്. ഇനി ഭാവിയിൽ അതിൻ്റെ നിയമനിർമ്മാണങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഏതായാലും സെൻട്രൽ ഗവൺമെൻറ് കൃത്യമായി നിയമനിർമ്മാണം നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമനിർമ്മാണത്തിന് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മളിപ്പോൾ ഉള്ളത്. ഏതായാലും ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള സാഹചര്യം പറയാൻ കഴിയുക. ഓക്കെ, താങ്ക് യു സാർ.